ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററാണ്. നമ്മൾ 6ാമത്തെ ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. നമ്മളെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഒരു അടുത്ത ഭാഗം എന്ന് തന്നെ പറയാം. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് എന്ത് വരുന്നത്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് വരുന്നത്. അപ്പൊ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നിങ്ങൾക്ക് 5 മുതൽ 9 10 മാർക്ക് ചോദിച്ചാൽ 5 to 9 മാർക്ക് വരെ നമുക്ക് എന്താക്കാം ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പൊ ചാപ്റ്ററിൽ എന്തെല്ലാം പഠിക്കാനുള്ളത് നോക്കാലോ. നമുക്ക് പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഫസ്റ്റ് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പഠിക്കാനുള്ളത് മക്കളെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങുമായ ഫംഗ്ഷൻ. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങുമായ ഫങ്ഷൻസ്. മൂന്നാമത് പഠിക്കാനുള്ളതോ മാക്സിമ ആൻഡ് മിനിമ. ഒരു ഫംഗ്ഷന്റെ മാക്സിമം ആൻഡ് ഈ 3 കാര്യങ്ങളുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി? ഒന്നുമില്ല മക്കളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എന്താണ് ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വരുന്ന ചേഞ്ച്. അതായത് വൈയില് എക്സിനെ ഔട്ട് ചെയ്യുന്ന ടൈമുള്ള റേറ്റ് ഓഫ് ചേഞ്ചിനാണ് നമ്മൾ നൽകുന്നത് ഡെറിവേറ്റീവ് നൽകുന്നത്. എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എന്ത്? എക്സ്. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? വോളിയം, ഏരിയ, അത് പെരിമീറ്റർ, അതുപോലെയുള്ള കാര്യങ്ങളാണ് എന്ത് നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സർക്കിൾ എടുത്തു. സർക്കിളിന്റെ ഏരിയ ഒരു 2 സെന്റിമീറ്റർ എടുത്തു. ആ ഏരിയ റേഡിയസ് 2 സെന്റിമീറ്റർ എടുത്തു. ആ 2 സെന്റിമീറ്റർ ഒന്ന് കൂടി 3-4 സെന്റിമീറ്റർ ആകുന്ന ടൈമിൽ അതിന്റെ എന്തിനൊക്കെ മാറ്റം വരും? അതിന്റെ പെരിമീറ്ററിന് മാറ്റം വരില്ലേ? 2πr മാറ്റം വരുമല്ലോ. അതേപോലെ എന്ത് വരും? ഏരിയക്ക് മാറ്റം വരുമല്ലോ. എന്ത് വരും? πr². നമ്മളെ പെരിമീറ്ററിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാറില്ല, ഏരിയനെ കുറിച്ച് തന്നെയാണ്. ഏരിയക്ക് πr² എന്തായിരിക്കും മാറ്റം വരുമല്ലോ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്യാം. ഈ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ആ ഒരു വേരിയബിൾ, ആ റേഡിയസിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ആ ഒരു ക്വാണ്ടിറ്റി, നമ്മുടെ ഈ ക്വാണ്ടിറ്റി എന്താണ്? ഇവിടെ ഏരിയക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അവർ ആപ്ലിക്കേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി എ ബൈ ഡി ആർ വിത്ത് റെസ്പെക്ട് എന്ത്? എ ഇസ് ഈക്വൽ ടു πr². എന്തിന്റെ ഏരിയ ആണത്? ദാറ്റ് ഈസ് ഏരിയ ഓഫ് സർക്കിളിന്റെ ഏരിയ ആണ് πr². അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡി എ ബൈ ഡി ആർ അത് വിത്ത് റെസ്പെക്ട് ടു ആ റേഡിയസ് തന്നെയാണെങ്കിൽ ഒന്നുമില്ല, 2πr നമുക്ക് എഴുതാം, ഒരു വ്യത്യാസമില്ല. ഇനി അതേ ടൈം അത് ഡി എ ബൈ ഡി ടി. എന്താണ് ഡി ടി? ദാറ്റ് ഈസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണെങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് മക്കളെ. എന്താണ് വ്യത്യാസം? ഒന്നുമില്ല, നമ്മൾ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറും. ഡി എ ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വ്യത്യാസം. എന്താണ് ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡി എ എന്തിന്റെ കേസിലാണോ നമ്മൾ ആ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുന്നത്, ആ ക്വാണ്ടിറ്റിയിൽ ഇവിടെ എന്താണ്? ഏരിയ സർക്കിളിലാണ്, അപ്പൊ റേഡിയസിലാണ് ചേഞ്ച് വരിക. അപ്പൊ റേഡിയസ് ചേഞ്ച് വരുന്നോണ്ട് ഡി എ ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ഡി ആറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി ഡി എ ബൈ ഡി ആർ. അപ്പൊ ടൈമിൽ വരുമ്പം ഈ ഇക്വേഷന് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു വ്യത്യാസം വരും. ഈ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഓക്കെയാണ്. അപ്പൊ ചെറിയൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്. എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് ആണല്ലോ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് എന്തിന്റെ? സർക്കിളിന്റെ. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? πr² ആണ്. എന്തിലുള്ള ചേഞ്ച് ആകേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസിൽ ഉണ്ടാകുന്നത്. അപ്പൊ എന്തായിരിക്കും? ഡി എ ബൈ ഡി ആർ ആണല്ലോ. വിത്ത് റെസ്പെക്ട് ടു റേഡിയസിൽ ആയിക്കൊണ്ടോ. ഇപ്പൊ എന്തൊരു പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. ഡി ബൈ ഡി ആർ r². ഡി ആറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ദാറ്റ് ഈസ് പൈ ഇൻറ്റു 2r ഇസ് ഈക്വൽ ടു 2πr എന്ന് കിട്ടുമല്ലോ. ഇനി എന്താണ്? വെൻ r ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അപ്പോഴാണ് r 5 സെന്റിമീറ്റർ ആകുമ്പോൾ അപ്പൊ r ന് പകരം എന്ത് കൊടുത്തു? ഏരിയ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 10π. 10π. ദിസ് ഈസ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലേ. ഇനി അടുത്ത നോക്കിയോ നിങ്ങൾ,
ഇതാ ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് ക്യൂബിക് സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതായത് നോക്കിക്കോളെ നിങ്ങൾ, ഈ ഒരു ക്വസ്റ്റ്യൻ കുഴപ്പമില്ല. അതായത് ഒരു ക്യൂബിന്റെ വോളിയം ഇൻക്രീസിങ് എന്ത് ചെയ്യുന്നുണ്ട് അറ്റ് റേറ്റ് ഓഫ് 9 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അതായത് 9 ക്യൂബിക് സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ ഈ ഒരു ഇതിന്റെ ക്യൂബിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് വോളിയം ഓഫ് എ ക്യൂബ് എന്താണ്, എക്സ് ക്യൂബ് ആണ്. അതിൽ എന്തിന്റെ വിത്ത് റെസ്പെക്ട് എന്താണ്, പെർ സെക്കൻഡ്. അപ്പം പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം dv/dt. അതായത് എന്താണ് dv/ ഇവിടെ എന്താണ് ക്വാണ്ടിറ്റി, എക്സ് അല്ല ഒരു സൈഡായിട്ട് ഞാൻ എടുത്തത്. അപ്പം വിത്ത് റെസ്പെക്ട് എന്തിലാണ് ഫസ്റ്റ്, dv/dx ഫസ്റ്റ് ഇൻറ്റു dx/dt. എങ്ങനെയാണ് മനസ്സിലായത്? നേരത്തെ നമ്മൾ dA/dr ഇൻറ്റു dr/dt എടുത്തത്. ഇപ്പം ഇവിടെ dv/dx ഇൻറ്റു dx/dt എടുത്തത് എന്തിനാണെന്ന് മനസ്സിലാക്കിയല്ലോ. എന്തുകൊണ്ടാ? ബിക്കോസ് വൈ ഇവിടെ നമുക്ക് എന്താണ് ക്വാണ്ടിറ്റിയിൽ വരുന്ന റേറ്റ് ചേഞ്ച് വരുന്നത് എന്തിലാണ്, എക്സിലാണ്. എക്സ് ഏതാണ് നമ്മുടെ സൈഡ് ഓഫ് ഇതായി നമ്മൾ എക്സ് ആണ് കൊടുത്തത്. സോ എന്തൊക്കെ എക്സിൽ ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്തു. സോ ഇതിലെന്താക്കാം dv/dt റേറ്റ് ഓഫ് ചേഞ്ച് എന്ത് തന്നിട്ടുണ്ട്, 9 ആണ്. അപ്പം 9 വിച്ച് ഇസ് ഈക്വൽ ടു dv എന്നാണ്, സോറി വിക്ക് വരുന്നത് എക്സ് ക്യൂബ് ബൈ dx ഇൻറ്റു dx/dt. അപ്പം എക്സ് ക്യൂബിന് ഇതൊക്കെ എന്ത് വരും, 3x² dx/dt വരുമല്ലോ. അപ്പൊ എന്ത് വന്നേ, dx/dt വിച്ച് ഇസ് ഈക്വൽ ടു 3x² അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, 9/3x² എന്ന് വരും. അതെന്തായിരിക്കും, 9 3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3/x² എന്ന് കിട്ടും dx/dt. ആ dx/dt ആണ് വെക്കുക. ബാക്കി എന്തുണ്ട്, ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫേസ് ഏരിയ ഇൻക്രീസിങ്. ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫേസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് എൻ എഡ്ജ് ഈസ് 6 സെന്റിമീറ്റർ. അപ്പം സർഫേസ് ഏരിയയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒരു ക്യൂബിന്റെ സർഫേസ് ഏരിയ എന്താണ്, 6a² ആണല്ലോ. 6a അല്ല, ഇവിടെ എക്സ് എടുക്കണ്ട, 6x² ആണല്ലോ. അപ്പൊ സർഫേസ് ഏരിയയിൽ ഉണ്ടാകുന്ന ഹൗ ഫാസ്റ്റ് സർഫേസ് ഇൻക്രീസിംഗ് ആണ് ലെവലാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇൻക്രീസിംഗ് ലെവൽ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കൊടുക്കാം, dS/dt കൊടുക്കാലോ. അപ്പൊ എന്ത് കൊടുക്കാം, dS/dt വരാം, മാറ്റി കൊടുത്തോ, d ഇൻറ്റു 6x ds ബൈ എന്ത് വരും, dt ഇൻറ്റു സോറി dt അല്ല dx ഇൻറ്റു dx/dt കൊടുക്കാലോ. ds കൊടുത്തോ, d6 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ബാക്കി എന്തിനാ dx²/dx. ഈ dx/dt അല്ലേ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത്, അത് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. എന്ത് കൊടുക്കാൻ വരും, 3/x². ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2x ഇൻറ്റു 3/x². ദാറ്റ് ഈസ് 6/x. 6/x. x എന്താണ്, എപ്പാണ്, വെൻ 10 സെന്റിമീറ്റർ വ്യത്യാസമുണ്ടോ, സോറി 3x 6x² അല്ലേ, സോറി 6 ഇവിടെ ഉണ്ടല്ലോ. അപ്പം എന്ത് വരും, 6 ഇൻറ്റു 2 12. അപ്പം ഇവിടെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും, 36/x വരും. 36/x. അപ്പൊ നോക്കണേ, എപ്പോഴാണ് എഡ്ജസ് 10 സെന്റിമീറ്റർ ഉണ്ടാക്കും. അപ്പൊ എന്ത് കൊടുക്കുക, എക്സിന് പകരം 10 കൊടുക്കുക. അപ്പൊ dS/dt വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, 36/10. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6 സെന്റിമീറ്റർ² പെർ സെക്കൻഡ്. ഇതായിരിക്കും അതിന്റെ ഇൻക്രീസ് ലെവൽ. അപ്പം dS/dt യൂസ് ചെയ്യുന്ന മനസ്സിലാക്കിയല്ലോ. ഈ ഒരു കാര്യം നല്ല വിശദീകരിച്ച് നമ്മളെ ലൈവിൽ കേട്ടോ, ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെയാണ് നമ്മളെ ലൈവില് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കിയാൽ മതി നിങ്ങൾ. ഇനി അടുത്തതാണ് മക്കളെ, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആവുക, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഡിക്രീസിങ് ആവുക. നിങ്ങൾ എടുത്തോ, ഒരു x1 ഞാൻ എടുത്തു, എവിടെ നിന്നും, ഡൊമൈനിൽ നിന്നും. x1 വലുതാണ് x2 എങ്കിൽ f(x1) വലുതായിരിക്കണം ആര്, f(x2). ഏത് കേസിൽ അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് പറയുള്ളൂ, ഇൻക്രീസിങ് ആണെന്ന് പറയാകുള്ളൂ. അതേപോലെ x1 ചെറുതാണ്, x1 x2 ചെറുതാണെങ്കിൽ f(x1) വലുതായിരിക്കണം എന്തെന്ന്, f(x2). അതായത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും. ഓക്കെ, x1 x2 ചെറുതാണ് x1 എങ്കിൽ f(x1) f(x2) വലുതായിരിക്കണം. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ആണ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അതാണ് x1 വലുതാണ് x2 എങ്കിൽ എഫ് ഓഫ് x1 എന്തായിരിക്കണം, എഫ് ഓഫ് x2 ചെറുതായിരിക്കണം. അതേപോലെ x1 വലുതാണ് x2 എങ്കിൽ എഫ് ഓഫ് x1 എന്തായിരിക്കണം, എഫ് ഓഫ് x2 വലുതായിരിക്കണം. അതാണ് കണ്ടീഷൻ. ഇനി അതാണ് ഇവിടെ പറഞ്ഞത്, ഇക്കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഇൻക്രീസിങ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഇൻക്രീസിങ് ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ആണ്. ഇതാണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്താ പറഞ്ഞത്, the function given by f of x always increase നൽകുക. അപ്പൊ എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, എന്താണ് 3x + 17. എഫ് ഡാഷ് ഓഫ് എക്സ് അപ്പൊ എന്താ വരും, അന്നേരം 3x എന്താ വരും, 3 അല്ലേ, 17 എന്താണ് കോൺസ്റ്റന്റ് ആണ്, സോ 0 വരും. 3 is always greater than 0. അപ്പൊ ആ ഫംഗ്ഷൻ എന്താണ്, ഇൻക്രീസിങ് ആണ്. സിമ്പിൾ അല്ലേ. ഇനി ഇതിലൊരു വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതായത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽസ് കണ്ടുപിടിക്കാൻ പറയും. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇന്റർവെൽസ് വിച്ച് ദ ഫംഗ്ഷൻ is given by f of x = 2x² - 3x ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. അതായത് ഇൻക്രീസിങ് ആയതും ഡിക്രീസിങ് ആയതുമായ ഇന്റർവെൽസ് എന്താക്കണം, കണ്ടുപിടിക്കാലോ. അപ്പൊ എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് പണി എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കലാണല്ലോ. കണ്ടുപിടിച്ചോ, എന്താണ് 2x² - 3x ആണ്. അപ്പൊ എന്ത് കണ്ടുപിടിക്കാം, 2x² എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4x -3x എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് -3. ഇനി ഈ ഇന്റർവെൽസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഞാനൊരു കാര്യം കണ്ടുപിടിക്കണം. അതിന്റെ പേരാണ് മക്കളെ ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആകുന്ന പോയിന്റോ അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് = 0 ആകുന്നതുമായ പോയിന്റ്. ശ്രദ്ധിച്ചോളെ, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആകുന്ന പോയിന്റ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് = 0 ആകുന്ന പോയിന്റ്. അപ്പൊ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായാലും നോട്ട് ഡിഫൈൻഡ് ആകുന്ന ഒരു കേസും വരില്ല, എന്തായാലും ഡിഫൈൻഡ് ആവും. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് = 0 ആകുന്ന പോയിന്റ് നോക്കാം, ദാറ്റ് ഈസ് 4x - 3 = 0. അങ്ങനെയാണെങ്കിൽ 4x ദാറ്റ് ഈസ് = 0, x എന്ത് വരും, 3/4 കിട്ടും. x = 3/4 ഉണ്ട്. ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് -∞ മുതൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് വരെ, മറ്റൊരു ഭാഗത്ത് ക്രിട്ടിക്കൽ പോയിന്റ് മുതൽ ഇൻഫിനിറ്റി വരെ, ഈ രണ്ട് ഇന്റർവെൽസ് ആയിട്ട് എന്താക്കുക, അതിനെ കട്ട് ചെയ്യുക. അതായത് -∞ മുതൽ നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു ഇന്റർവെൽ 3/4 വരെ, 3/4 മുതൽ എന്താക്കുക, ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇങ്ങനെ രണ്ടായിട്ട് എന്താ, എന്നിട്ട് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താക്കുക, എഴുതി വെക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, 4x - 3, 4x - 3. അതേപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് ഇപ്പോൾ എഴുതി വെച്ചോ, = 4x - 3. എന്നിട്ട് എന്താക്കുക, -∞ 3/4 ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കാം. ഏതെങ്കിലും ഒരു നമ്പർ ഇപ്പോൾ ഞാൻ എടുക്കുകയാണ്, ഏതെടുക്കുക വെച്ചാൽ 2/4 വേണ്ട, എന്തെടുക്കുക, 1/4 എടുക്കുക. x = 1/4 ഞാൻ ചൂസ് ചെയ്തേ. x = 1/4 ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫ് ഡാഷ് ഓഫ് 1/4 എന്ത് വരും, ദാറ്റ് ഈസ് = 4 × 1/4 - 3, ദാറ്റ് ഈസ് 4 ക്യാൻസൽ, 1 - 3 ദാറ്റ് ഈസ് = -2 < 0. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് എനിക്ക് <0 ആവുന്നത്. അപ്പൊ എന്തായിരിക്കും, ഇതെന്തായിരിക്കും, ഡിക്രീസിങ് ഇന്റർവെൽ ആയിരിക്കും. കണ്ടല്ലോ, ഡിക്രീസിങ് ഇന്റർവെൽ ആയിരിക്കും. ഇനി അതേ ടൈം 3/4 ഇൻഫിനിറ്റിന്റെയും ഇടയിലുള്ള ഒരു നമ്പർ ഞാൻ എടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് = എന്തെടുക്കാം, 3/4. ആ നെക്സ്റ്റ് തന്നെ എടുക്കാം, 5/4 എടുക്കാം. 4/4 എടുക്കണ്ട, 5/4 എടുക്കാം. ദാറ്റ് ഈസ് = എഫ് ഡാഷ് ഓഫ് 5/4 ദാറ്റ് ഈസ് = 4 × 5/4 - 3, 4 ക്യാൻസൽ, 5 - 3 ദാറ്റ് ഈസ് = എന്ത് വന്നേ, 2 എന്ന് വന്നു. അപ്പൊ എനിക്ക് എന്താ കിട്ടിയത്, ഇവിടെ 2 ദാറ്റ് ഈസ് > 0. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ഇൻക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽ, ദാറ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പൊ ഇൻക്രീസിങ് ആയതും ഡിക്രീസിംഗും ആയതുമായ ഇന്റർവെൽസ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അതിന് യൂസ് ചെയ്ത മെത്തേഡ് കണ്ടല്ലോ, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, അത് = 0 ആകുന്ന അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അത് വെച്ചിട്ട് ഇന്റർവെൽസ് എന്താക്കുക, ഡിവൈഡ് ചെയ്യുക. അതിനിടയിലുള്ള ഒരു നമ്പറിന് എക്സ് എന്ന് കൊടുത്തതിന് ശേഷം അത് എന്താക്കുക, നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിന് പകരം എന്താക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു പ്രോബ്ലം. ബാക്കി എല്ലാ പ്രോബ്ലം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക, അത് നോക്കുക. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് മക്കളെ മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ ആൻഡ് മിനിമ. നമ്മൾ ഏതൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ടാകും, ഒരു മിനിമം വാല്യൂ ഉണ്ടാവും. നിർബന്ധമില്ല, ചിലപ്പോൾ മാക്സിമം വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, മിനിമം വാല്യൂ ഉണ്ടാവില്ല. കാരണം എത്രയും പോയി ഇൻഫിനിറ്റി വരെ പോകും. ഇൻഫിനിറ്റി പറഞ്ഞതാണ് ദാറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ്, എത്രയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ചിലതിന് മാക്സിമം ഉണ്ടാവും, ചിലതിന് മിനിമം ഉണ്ടാവും. ഈ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സി എടുത്തു, അതായത് എൻ്റെ ഡൊമൈൻ എന്നൊരു സി എടുത്തു. അപ്പം ഈ എൻ്റെ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആണ്. എങ്ങനാ? നിങ്ങൾ ഫംഗ്ഷനിൽ ഏതൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ എന്തായിരിക്കും? എഫ് ഓഫ് സിനെക്കാളും ചെറുതായിരിക്കും. ഫംഗ്ഷനിൽ എക്സിന് പകരം ഏതൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും x1 x2 x3 ഏത് കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെ എന്തായിരിക്കും? എഫ് ഓഫ് സിനെക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് സി എന്നുള്ള പോയിന്റിലായിരിക്കും നമ്മുടെ മാക്സിമ അറ്റൈൻ ചെയ്യുക. മാക്സിമ അറ്റൈൻ ചെയ്യുക. അത് നമ്മൾ ഈ എഫ് ഓഫ് സി ആയിരിക്കും നമ്മുടെ മാക്സിമം പോയിന്റ്. എഫ് ഓഫ് സി ആയിരിക്കും നമ്മുടെ മാക്സിമം പോയിന്റ്. ഓക്കെ, ഇനി അതേ കോൺസെപ്റ്റ് ഒരു സി ഞാൻ എടുക്കുകയാണ്, എൻ്റെ എഫ് ഓഫ് സി ആണ് എല്ലാ എഫ് ഓഫ് എക്സിനേക്കാളും ചെറുതെങ്കിൽ, എല്ലാ എഫ് ഓഫ് എക്സിനേക്കാളും ചെറുതാണ് എൻ്റെ എഫ് ഓഫ് സി എങ്കിൽ അതായിരിക്കും എൻ്റെ മിനിമ. ഇതാണ് മാക്സിമ ആൻഡ് മിനിമയുടെ അടുത്ത പഠിക്കാനുള്ളതാണ് മക്കളെ. നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? എഫ് ഡാഷ് ഓഫ് സി, സോറി എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് ഇപ്പൊ എനിക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എനിക്ക് 1 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തൊട്ട് മുന്നിലുള്ള നമ്പർ എടുക്കുക 0.99. അതേപോലെ തൊട്ട് ബാക്കിലുള്ള 1.1 കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും എടുത്തതിനു ശേഷം എക്സ് ഇസ് ഈക്വൽ ടു 0.99 എക്സ് ഇസ് ഈക്വൽ ടു 1.1 കൊടുത്തിട്ട് എഫ് ഡാഷ് ഓഫ് എക്സിന് 2 വാല്യൂസ് കിട്ടുമല്ലോ. 2 വാല്യൂസ് കിട്ടിയതിന് ശേഷം അതിലൊന്ന് എന്തായാലും നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആയിരിക്കും. അപ്പം ഇത് പോകുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ആ പോയിന്റിലായിരിക്കും ഫംഗ്ഷൻ എന്ത് ചെയ്യുക? മാക്സിമം അറ്റൈൻ ചെയ്യുക. ഇനി നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിലോ ആ ഫംഗ്ഷനിലായിരിക്കും നമ്മുടെ മിനിമം അറ്റൈൻ ചെയ്യുക. സിമ്പിൾ ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരിക. പക്ഷെ ചുമ്മാ അറിഞ്ഞിട്ടുണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താക്കുക? ഒരു വാല്യൂ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കൊടുക്കുക. അതേപോലെ റൈറ്റ് സൈഡിൽ എന്താക്കുക? ഒരു വാല്യൂ കൊടുക്കുക. അത് പോകുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? അവിടെയാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? അവിടെയാണ് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുക. ഇനി പോസിറ്റീവ് നെഗറ്റീവിൽ ഒന്നും പോകുന്നില്ലെങ്കിൽ അത് ഇങ്ങനെ നേരെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഇൻഫ്ലക്ഷൻ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാറ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത് നിങ്ങളെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കോ. ഞാൻ എൻ്റെ ലൈവ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇവനെ വെച്ചിട്ടാണ് നമുക്ക് എന്താക്കുന്നത്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. നമ്മളൊരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നോക്കി, ഇനി ഒരു ഫംഗ്ഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നോക്കുന്നത്. അതായത് മാക്സിമം ആൻഡ് മിനിമം കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്താണ്? നമുക്കൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ അറിയാലോ. അത് വെച്ചിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാം. ആ ക്രിട്ടിക്കൽ പോയിന്റ് ഞാൻ എന്ത് കൊടുത്തു? സി എന്ന് വാല്യൂ കൊടുത്തു. ക്രിട്ടിക്കൽ പോയിന്റ് ഞാൻ എന്ത് കൊടുത്തു? സി എന്ന് വാല്യൂ എടുത്തു. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് അല്ല ഞാൻ കണ്ടുപിടിച്ചോളൂ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാം. ഇതിനെന്താ? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടതിന് ശേഷം ഈ എക്സിന് പകരം നമ്മൾ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടല്ലോ അത് അതിൽ കൊടുക്കുക. എക്സിന് പകരം നമ്മൾ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പോയിന്റ് എന്താക്കുക? അതിൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഇല്ലേ, അത് ലെസ് ദാൻ 0 ആണെങ്കിൽ, എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി കുറച്ച് പറ്റിയത്, എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്? മാക്സിമ. അതുപോലെ തന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്? മിനിമ. ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ പഠിച്ചത് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്?
ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇൻക്രീസിംഗ് ആണ്. ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ആണ്. സി ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താണ്? മാക്സിമം ആണ്. ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ്? മിനിമം ആണ്. ഓക്കെ, ആ കാര്യം മൈൻഡിൽ വെക്കണേ നിങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്തുതരാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x⁴ 4x ക്യൂബ് മൈനസ് 12x സ്ക്വയർ പ്ലസ് 12. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇത് വെച്ചാണ് ഇന്ന ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ആണ് എന്താക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3x⁴ പ്ലസ് 4x ക്യൂബ് മൈനസ് 12x സ്ക്വയർ വരും പ്ലസ് 12 വരും. അപ്പൊ മക്കളെ നോക്കാം, നമുക്ക് എന്താ വരുക? ഇതിന്റെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരുക? ദാറ്റ് ഈസ് 12x ക്യൂബ് പ്ലസ് 12x സ്ക്വയർ മൈനസ് 24x വരും. 12 എന്തായിപ്പം? 0 ആയിപ്പം. അപ്പം ഇതിൽ എന്താക്കണം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയ ക്രിട്ടിക്കൽ പോയിന്റ് എന്താക്കണം? നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ എന്താക്കണം? 12x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തുണ്ടാവും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോകണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12x ദാറ്റ് ഇസ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. എങ്ങനെയാണ് എഴുതിയത്? അതായത് ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഇല്ലേ, അതിനൊന്ന് വർഗ്ഗക്രിയ ചെയ്തു. എങ്ങനെയാണ്? ഗുണിച്ചാൽ മൈനസ് 2ഉം അതേപോലെ കൂട്ടിയാൽ 1ഉം കിട്ടുന്നത്. രണ്ട് നമ്പർ എടുത്തു. ഏതാണ്? പ്ലസ് 2ഉം മൈനസ് 1ഉം. എന്നിട്ട് കൊടുത്തു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന കാര്യം കേട്ടോ, വർഗ്ഗക്രിയ. അപ്പം എനിക്കിങ്ങനെ ഇട്ട് ഇനി ഇങ്ങനെ നോക്കണം. എക്സ് ഈക്വൽ ടു 0 ആകുന്ന 3 പോയിന്റ്സ് ആണ് എടുക്കുകയാണ്. ഒന്നെന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. രണ്ടാമത്തെ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു -1 ആയിരിക്കും. അല്ല പ്ലസ് 1 ആയിരിക്കും. -1 അല്ല പ്ലസ് 1 ആയിരിക്കും. അടുത്തെന്തായിരിക്കും? എക്സ് ഈക്വൽ ടു -2. ഓക്കെ മതി. ഇവിടെ -2 കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും 0 ആയിപ്പം. ഇവിടെ 1 കൊടുത്താൽ എന്തായാലും 0 ആയിപ്പം. ഇവിടെ 0 കൊടുത്താൽ 0. അപ്പൊ 3 പോയിന്റ്സ് കിട്ടിയല്ലോ. 3 ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി എന്ത് കാണണം? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനേ ഞാൻ എന്താ വരുക? 12x ക്യൂബ് അല്ല, ദാറ്റ് ഈസ് 36x സ്ക്വയർ. അതേപോലെ എന്ത് വരും? പ്ലസ് 12x സ്ക്വയർ എന്ന് പറയുമ്പോൾ 24x പ്ലസ് 24x. അടുത്തെന്ത് വരിക? -24. ഇനി എന്താണ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് ഓരോന്നിനും വാല്യൂ കൊടുക്കണം. ഫസ്റ്റ് കൊടുക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എന്താ ഉള്ളത്? 0 കൊടുക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 കൊടുക്കുമ്പോൾ എന്ത് വരിക? -24. ഇതും 0 ഇതും 0 ആയി പോകും. അടുത്ത എഫ് ഡബിൾ ഡാഷ് ഓഫ് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. 1 കൊടുക്കുന്ന ടൈമിൽ എന്താ വരിക? 36 പ്ലസ് 24 -24 ക്യാൻസൽ ആയിപ്പം ബാക്കി എന്തുണ്ടാവും? 36 ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? എഫ് ഡബിൾ ഡാഷ് ഓഫ് എന്തുണ്ടാവും? 2 ഉണ്ടാവും. -2 അല്ലേ? -2 ഉണ്ടാവും. -2. അപ്പം എന്ത് വരും? 36 × 4 പ്ലസ് 24 × -2 -24. അപ്പം എന്താ വരിക? 36 × 4 എന്ന് പറയുമ്പം 3 4 12 120 4 6 24 ദാറ്റ് ഈസ് 144. ഓക്കെ, 144 -24 48 52 72 വരും. അപ്പൊ എന്ത് വരും? 144 72 അടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 72 വരും. അപ്പൊ എന്തെല്ലാം കിട്ടി നമുക്ക്? എഫ് ഡബിൾ ഡാഷ് ഓഫ് ഡി ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് മാത്രമേ ലെസ് ദാൻ 0 ഉള്ളൂ. അതായത് 0 ആണ് നമ്മുടെ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്. 0 ആണ് നമ്മുടെ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്. ഇനി മാക്സിമം അറ്റൈൻ ചെയ്യുന്ന നമ്പർ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് എന്താണ് നമ്മുടെ? ഈക്വൽ ടു 12x ക്യൂബ് പ്ലസ് എന്താണ്? 12x അല്ല 4x ക്യൂബ് അല്ലേ? 4x ക്യൂബ് പ്ലസ് നോക്കാം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 3x⁴ 3x⁴ പ്ലസ് 4x ക്യൂബ് മൈനസ് 12x സ്ക്വയർ പ്ലസ് 12 അല്ലേ? -12x സ്ക്വയർ പ്ലസ് 12. ഇതല്ലേ? ഈ ഒരു ഫംഗ്ഷൻ എന്താക്കുക? ആ 0 കൊടുക്കുക. എഫ് ഓഫ് 0 എന്ത് വരും? 12 ആണ് ഇതിലെ മാക്സിമം വാല്യൂ. ഇനി മിനിമം വാല്യൂസ് ഏതെല്ലാണ്? 2 ഉണ്ട് ഗ്രേറ്റർ ദാൻ 0, 1ഉം -2ഉം. സോ എക്സ് ഈക്വൽ ടു 1ഉം കൊടുക്കുക, എക്സ് ഈക്വൽ ടു -1 -2 അല്ലേ? -2ഉം കൊടുത്ത ഈ 2 പോയിന്റ് ആണ് മിനിമം വാല്യൂ.
വാല്യൂ അത് നിങ്ങൾ കണ്ടുപിടിച്ചോളാം. എഫ് ഓഫ് 1ഉം അതേപോലെ എന്തെന്നും എഫ് ഓഫ് -2 അത് കണ്ടുപിടിക്കാൻ നമുക്ക് ലേറ്റാവും. അപ്പൊ ഇങ്ങനെയാണ് എന്താക്കുക ഇതിന്റെ മിനിമവും മാക്സിമവുമായ വാല്യൂസ് കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. ഇനി ഇതിലൊരു കൺസെപ്റ്റും കൂടിയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സൊല്യൂട്ട് മാക്സിമ ആൻഡ് ആബ്സൊല്യൂട്ട് മിനിമ എന്നുള്ളതാണ്. ഒന്നുമില്ല, ആബ്സൊല്യൂട്ട് മാക്സിമം ആബ്സൊല്യൂട്ട് മിനിമ നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചത് എന്താണ്? ഓപ്പൺ ഇന്റർവെല്ലുകളാണ്. നമുക്ക് ആബ്സൊല്യൂട്ട് മാക്സിമം ആബ്സൊല്യൂട്ട് മിനിമ നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെല്ലാണ്. അങ്ങനെ ഒരു പറയും മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഫംഗ്ഷൻ ഓഫ് എ ക്ലോസ്ഡ് ഇന്റർവെൽ. ക്ലോസ്ഡ് ഇന്റർവെല്ലാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ തരാം. ഇതിന് എന്താണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ഇതിന് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? 6x² മൈനസ് 30x പ്ലസ് 36 മൈനസ് 30x പ്ലസ് 36 ഇതാണല്ലോ ഇതിന്റെ എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി ഇത് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഈക്വൽ ടു 0 ആകുന്ന പറയുമ്പോൾ 6x² മൈനസ് 30x പ്ലസ് 36 ഈക്വൽ ടു 0. 6 കോമൺ ആണ്, പുറത്തേക്ക് എടുക്കാം. x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പം ഗുണിച്ചാൽ ഇതും കൂട്ടിയാൽ ഇതും വരുന്ന 2 പോയിന്റ്സ് ഇതിലാണ്. ഗുണിച്ചാൽ എന്താ പറയേണ്ടത്? 6 x മൈനസ് 3യും x മൈനസ് 3 ഇൻറ്റു x മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ x ഈക്വൽ ടു 3യും x ഈക്വൽ ടു 2 ഇതാണ്. ഇത് രണ്ടുമാണ് എന്ത് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്. ഇത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചാണ് ഞാൻ. ഈ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചില്ലേ? ഈ ക്രിട്ടിക്കൽ പോയിന്റ് ഞാൻ ഇവിടെ എടുത്ത് എഴുതി. x ഈക്വൽ ടു 3 x ഈക്വൽ ടു 2 ഇത് രണ്ടും കൊടുത്ത്. ഇനി അതിന്റെ കൂടെ 2 കാര്യങ്ങളും കൂടി കൊടുക്കണം. എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ x ഈക്വൽ ടു 3യും x ഈക്വൽ ടു 2 ഞാൻ ഇവിടെ കൊടുത്തു. ഇതിന്റെ കൂടെ 2 കാര്യം കൂടി കൊടുക്കണം. എന്താണെന്ന് അറിയങ്ങളത്? അതായത് നമുക്ക് ഈ ഇന്റർവെൽ തന്നെങ്കിൽ ക്ലോസ് ഇന്റർവെൽ അവരെയും കൂടി എടുത്ത് ഏതെല്ലാം x ഈക്വൽ ടു 1ഉം x ഈക്വൽ ടു 5ഉം അവരെയും കൂടി എന്താക്കുക എടുത്ത് എഴുതുക. എന്നിട്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് ഇല്ലേ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതിക്കോ. എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 2x ക്യൂബ് മൈനസ് 15x² എന്താണ് പ്ലസ് 36x പ്ലസ് എന്തുണ്ട് 1 ഇത് കൊടുക്കുക. എന്നിട്ട് ഈ എക്സിന് എന്താക്കുക ഈ ഓരോ വാല്യൂസും കൊടുത്തിട്ട് എന്താക്കുക വാല്യൂസ് കാണുക. അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അതാണ് മാക്സിമ, ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതാണ് മിനിമ. ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 അങ്ങനെ ഒന്നുമില്ല. ഏറ്റവും വലിയ വാല്യൂ മാക്സിമ, ഏറ്റവും ചെറിയ വാല്യൂ മിനിമ. ഇത്രയുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എന്തിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ലൈവിലുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നല്ലോണം പഠിക്കുക.